ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സിൻ്റെ 12ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്നത്തോടുകൂടി നമ്മുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് മൊത്തം കറണ്ട് അഫയേഴ്സും നമ്മൾ ചർച്ച ചെയ്ത് പോയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ സ്റ്റേറ്റ് തുടങ്ങിയത്. അപ്പോൾ ഇന്ന് 14 സ്റ്റേറ്റും അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശത്തെയും നമ്മൾ മൊത്തം കറണ്ട് അഫയേഴ്സ് 2021 മുതൽ 24 വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. 20 മാർക്കാണ് മക്കളെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ 20 മാർക്കിൽ 18 മാർക്കും നിങ്ങൾക്ക് ഇതിൻ്റെ അന്ന് ചോദിക്കുന്നതായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് UPSC എക്സാം നടന്നപ്പോൾ പോലും നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് 3ഉം 4ഉം ചോദ്യങ്ങളാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളിത് മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും 2024 LDCക്ക് വേണ്ടി. അതേപോലെ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ ടെലഗ്രാമിലേക്ക് വരിക. ടെലഗ്രാമിൽ ഇതിൻ്റെ നോട്ട്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതേപോലെ 9 മണിക്ക് ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടായിരിക്കും. അതിൽ കൂടി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമ്മൾ ഈ പഠിക്കുന്ന കാര്യത്തിന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ കൂടി അതിൻ്റെ അകത്ത് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 14 സ്റ്റേറ്റ്. ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിനെ കുറിച്ചാണ്. അപ്പോൾ ഹിമാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം രൂപീകൃതമായത് 1971 ജനുവരി 25-നാണ് രൂപീകൃതമായത്. പ്രധാന ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഹാരി ഹിന്ദിയാണ് പ്രധാന ഭാഷ. ജില്ലകൾ 12 എണ്ണം, രാജ്യസഭാ സീറ്റ് 3 എണ്ണമാണ്. ലോകസഭാ സീറ്റുകളാണെങ്കിൽ 4 എണ്ണം, നിയോജക മണ്ഡലങ്ങൾ 68. ഹൈക്കോടതി ആണെങ്കിൽ സിംലയാണ്. പ്രധാന നൃത്തരൂപങ്ങളാണ് നദി, കയാങ്. ഇതൊക്കെ എവിടുത്തെ നൃത്തരൂപമാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഹിമാചൽ പ്രദേശിലെയാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സത്ലജ്, രവി, ബിയാസ്, ചിനാബാണ്. ആഘോഷങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലോസറും അതേപോലെ തന്നെ സാസോ എന്ന് പറയുന്നതാണ് അവിടുത്തെ ആഘോഷം. സംസ്ഥാന മൃഗം ഹിമപ്പുലിയാണ്. സംസ്ഥാന പക്ഷി ഏതാന്ന് ചോദിച്ചാൽ അത് വെസ്റ്റേൺ ട്രാഗോപ്പൻ ആണ്. അതേപോലെ സംസ്ഥാന വൃക്ഷമാണെങ്കിൽ ദേവദാരു ആണ്. സംസ്ഥാന പുഷ്പമാണെങ്കിൽ പിങ്ക് റോഡോഡ്രം എന്ന് പറയുന്നതാണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിൽ ധർമ്മശാല, നമുക്കറിയാം ഹിമാചൽ പ്രദേശിന്റെ 2ാമത്തെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരമാണ് ധർമ്മശാല. ഹിമാചൽ പ്രദേശിന്റെ ശൈത്യകാല തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ധർമ്മശാലയാണ്. അതേപോലെ സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേറ്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം ധർമ്മശാല. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്ന നഗരമാണ്. അതാണ് PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു പോയ ചോദ്യം. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് നഗരമാണെന്ന് ചോദിച്ചാൽ ധർമ്മശാലയാണ്. പിന്നെ 1959 ചൈനീസ് ആക്രമണത്തെ തുടർന്നാണ് ദലൈലാമ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ധർമ്മശാല. ഇന്ത്യയിലെ ദലൈലാമയുടെ ഔദ്യോഗിക വസതിയാണ് പൊട്ടാല പാലസ് എന്ന് പറയുന്നത്. പൊട്ടാല പാലസ് ധർമ്മശാല. ഓക്കെ, മണ്ഡി, നമുക്കറിയാം ഹിമാചൽ പ്രദേശിന്റെ സാംസ്കാരിക തലസ്ഥാനം ചോദിച്ചാൽ അത് മണ്ഡിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് എന്തിനാണെന്ന് ചോദിച്ചാൽ പരലുപ്പിന് ഏറ്റവും കൂടുതൽ പ്രസിദ്ധമായ ഹിമാചൽ പ്രദേശിലെ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മണ്ഡിയാണ്. ഓക്കെ, കുന്നിൻ മുകളിലെ വാരണസി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മാണ്ഡി എന്ന് പറയുന്നത്. ബിയാസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. അതേപോലെ തന്നെ ചോട്ടി കാശി, അതേപോലെ ഹിമാചലിലെ കാശി, മലകളിലെ വാരാണസി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാണ്ഡി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഷിംല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്ന ആ ഒരു വിശേഷണമുള്ളത് ഷിംലയ്ക്കാണ്. ഹിമാചൽ പ്രദേശിന്റെ വേനൽക്കാല തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഷിംല തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനവും ഏത് തന്നെയാണ്? ഷിംല തന്നെയാണ്. സെൻട്രൽ പൊട്ടറ്റോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഷിംല. ദക്ഷിണേന്ത്യയിലെ ഒരേ ഒരു പ്രകൃതിദത്ത ഐസ് സ്കേറ്റിംഗ് റിങ്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഷിംല എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം സോളൻ, ചുവന്ന സ്വർണത്തിന്റെ നഗരം, സിറ്റി ഓഫ് റെഡ് ഗോൾഡ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളൻ ആണ്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഷ്റൂം സിറ്റി, അതായത് മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നഗരം, അത് ഒത്തിരി തവണ PSC എത്രയോ തവണ ചോദിച്ച ചോദ്യമാണ്. മഷ്റൂം സിറ്റി ഓഫ് ഇന്ത്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സോളൻ ആണ്. അത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് പോയിന്റ് അല്ലെങ്കിൽ ബേസിക് ഫാക്ട് എന്ന ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഹിമാചൽ പ്രദേശിലെ
കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അത് ഹിമാചൽ പ്രദേശിലാണ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കായി ശബൽ യോജന നടപ്പാക്കുന്ന സംസ്ഥാനം. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ശബൽ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം അത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇനി പ്രവർത്തനരഹിതമായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് പകരം രാജ്യ ചയൻ ആയോഗ് സ്ഥാപിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. യൂറോപ്യൻ കമ്മീഷൻ ഭൗമസൂചിക പദവി നൽകിയ കാൻഗ്ര തേയില ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അതായത് കാൻഗ്ര തേയില കൃഷി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് ആസാമിലേക്കൊക്കെ ഓടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മക്കളെ എന്താണ് കാൻഗ്ര തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാചൽ പ്രദേശാണ്. IT വകുപ്പിന്റെ ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഗവേണൻസ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്ത സംസ്ഥാനം. അപ്പോൾ IT വകുപ്പിന്റെ ഡിജിറ്റൽ ടെക്നോളജി, ഓക്കെ, ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഗവേണൻസ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്തു. ഓക്കെ, അപ്പോൾ IT വകുപ്പിനെ ഇപ്പോൾ ഏത് പേരിലാണ് ഹിമാചൽ പ്രദേശിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഗവേണൻസ് എന്ന പേരിലാണ് ആ വകുപ്പ് അറിയപ്പെടുന്നത്. കർഷകർക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കുന്നതിനായി ഹിംകാർഡ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അപ്പോൾ കർഷകർക്ക് ജലസേചന സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഹിംകാർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് തരും. അത് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ആ ജലസേചനം കിട്ടുന്നത്. അനാഥരും നിരാലംബരുമായവർക്ക് മെച്ചപ്പെട്ട ജീവിതം, മികച്ച വിദ്യാഭ്യാസം ലക്ഷ്യമിട്ട് സുഖ ആശ്രയ യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. സുഖ ആശ്രയ യോജന പദ്ധതി ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ്? നമ്മുടെ ഇവിടെ തന്നെയാണ്. എവിടെ? നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇനി എന്താണ്? ട്രാഫിക് ജാം പരിഹരിക്കാനായി 1 മിനിറ്റ് ട്രാഫിക് ലൈൻ പ്ലാൻ നടപ്പിലാക്കിയ ഇന്ത്യൻ നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിംലയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? അതായത് ട്രാഫിക് ജാം പരിഹരിക്കാനായി 1 മിനിറ്റ് ട്രാഫിക് ലൈൻ പ്ലാൻ നടപ്പിലാക്കിയ സംസ്ഥാന നഗരം ഷിംലയാണ്. അനാഥരും നിരാലംബരുമായവർക്ക് മെച്ചപ്പെട്ട ജീവിതവും മികച്ച ജീവിത വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് സുഖ ആശ്രയ യോജന പദ്ധതി ആരംഭിച്ച അല്ലെങ്കിൽ അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു കാര്യം ഓർത്തു വച്ചോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിമാചൽ പ്രദേശിന്റെ കറണ്ട് അഫയേഴ്സ് 2022 മുതൽ 24 വരെ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വെർട്ടിക്കൽ വിൻഡ് ടണൽ സ്ഥാപിച്ച സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികൾക്കായി ശബൽ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം. അതേപോലെ പ്രവർത്തനരഹിതമായ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് പകരം രാജ്യ ചയൻ ആയോഗ് സ്ഥാപിക്കുന്ന സംസ്ഥാനം. യൂറോപ്യൻ കമ്മീഷൻ ഭൗമസൂചിക പദവി നൽകിയത് കാൻഗ്ര തേയിലയാണ്. കാൻഗ്ര തേയില അത് എവിടെയാണ് കൃഷി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹിമാചൽ പ്രദേശിലാണ്. IT വകുപ്പിനെ ഇനി മുതൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഡിജിറ്റൽ ടെക്നോളജി ആൻഡ് ഗവേണൻസ് എന്ന പുനർനാമകരണം ചെയ്തു. അതേപോലെ തന്നെ കർഷകർക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കുന്നതിനായിട്ട് ഹിംകാർഡ് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അനാഥരും നിരാലംബരുമായവർക്ക് മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് സുഖ ആശ്രയ യോജന. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ മക്കളെ, 1 മാർക്കാണ് സുഖ ആശ്രയ യോജന. ട്രാഫിക് ജാം പരിഹരിക്കാനായി 1 മിനിറ്റ് ട്രാഫിക് ലൈൻ പ്ലാൻ 1 മിനിറ്റ് ട്രാഫിക് ലൈൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയത് ഇന്ത്യൻ നഗരമായിട്ടുള്ള ഷിംലയിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വച്ചേക്കുക. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൂടെ നമ്മുടെ എന്താണ് പറഞ്ഞ ബേസ് പോയിന്റ് കൂടി എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത സംസ്ഥാനത്തേക്ക് പോവാം. അടുത്തത് ജാർഖണ്ഡിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജാർഖണ്ഡുമായി ബന്ധപ്പെട്ട ബേസിക് പോയിന്റ് നമുക്കൊന്ന് നോക്കാം. തലസ്ഥാനം റാഞ്ചിയാണ്. രൂപീകൃതമായത് 2000 നവംബർ 15 ജാർഖണ്ഡ് രൂപീകൃതമായത്. പ്രധാന ഭാഷകളാണെങ്കിൽ നമുക്കറിയാം ഹിന്ദി, സന്താളിയാണ്. ജില്ലകൾ ഏകദേശം 24 എണ്ണമാണ്. രാജ്യസഭാ സീറ്റ് 6, ലോകസഭാ സീറ്റ് ആണെങ്കിൽ 14, നിയോജക മണ്ഡലങ്ങൾ 81 എണ്ണമാണുള്ളത്. ഹൈക്കോടതി റാഞ്ചിയാണ്. പ്രധാന ആഘോഷം സാർഹുൽ, അതേപോലെ തന്നെ ബന്ദന എന്ന് പറയുന്നതാണ് പ്രധാന ആഘോഷം. ചോദിക്കാറില്ല. പ്രധാന നദിയാണെങ്കിൽ ഗംഗാ ദാമോദറാണ്. സംസ്ഥാന മൃഗം ആനയാണ്. സംസ്ഥാന പക്ഷിയാണെങ്കിൽ കോയലാണ്. അതേപോലെ തന്നെ സംസ്ഥാന പുഷ്പം പലാഷാണ്. സംസ്ഥാന വൃക്ഷം സാലാണ്. ഓക്കെ, ഇന്ത്യയുടെ 28ാമതായി രൂപീകൃതമായ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ജാർഖണ്ഡ്.
ബീഹാറിൽ നിന്ന് രൂപീകൃതമായപ്പെട്ട സംസ്ഥാനം. വിക്കിപീഡിയ എഡിഷനിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ ട്രൈബൽ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ അത് സാന്താളിയാണ്. ജാർഖണ്ഡിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ആര്? ബാബുലാൽ മറാണ്ടി. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ആദ്യ സ്വതന്ത്രനാണ് മധുകോട എന്ന് പറയുന്നത്. പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ കോടതി സമുച്ചയം അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഖുന്തി കോടതിയാണ് ജാർഖണ്ഡിലുള്ള. ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം PSCക്ക് സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പൂർണ്ണമായും സൗരോർജ്ജത്തിൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആദ്യ കോടതി ഏതാന്ന് ചോദിച്ച് സമുച്ചയം ചോദിച്ചാൽ അത് ഖുന്തി കോടതിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ, അതായത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന എയർപോർട്ട് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഉത്തരം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ഉത്തരങ്ങൾ കിട്ടുന്ന, ഞാൻ കുറെ ദിവസമായി നിങ്ങളുടെ അടുത്ത് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തിടാൻ പറയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഉത്തരങ്ങൾ അയക്കുന്ന ഒരു 5 പേരെ നമ്മൾ എന്തായാലും സെലക്ട് ചെയ്ത് അവർക്കൊരു കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ അറിയിക്കാം. ഓക്കെ, ഇനി അടുത്തത് മരാങ്ക് ഗോങ്കെ, അതായത് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ജാർഖണ്ഡ് പാർട്ടിയാണ്. അതേപോലെ ജാർഖണ്ഡ് പാർട്ടിയുടെ സ്ഥാപകനാണ് ജയ്പാൽ സിംഗ് മുണ്ടെ എന്ന് പറയുന്നത്. മരാങ്ക് ഗോങ്കെ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ്, ചോദിക്കാം, ഇമ്പോർട്ടന്റ് ആണ്. മരാങ്ക് ഗോങ്കെ എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാന്ന് ചോദിച്ചാൽ അതാണ് ജയ്പാൽ സിംഗ്. അതായത് ജാർഖണ്ഡ് പാർട്ടിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ജയ്പാൽ സിംഗ് അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മരാങ്ക് ഗോങ്കെ. മരാങ്ക് ഗോങ്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ധൻബാദ് എന്ന് പറയുന്ന നഗരത്തെ കുറിച്ചാണ്. ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും, ധൻബാദ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ കൽക്കരി നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ധൻബാദ് ആണ്. ഖനികളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ത്യൻ സ്കൂൾ ഓഫ് മൈൻസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അതും എവിടെ തന്നെയാ? ധൻബാദ് തന്നെയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂവൽ റിസർച്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ്? ധൻബാദ് തന്നെയാണ്. അതേപോലെ തന്നെ നമുക്കറിയാം റാഞ്ചി, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം. ഓക്കെ, വെള്ളച്ചാട്ടങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ റാഞ്ചിയാണ്. അതേപോലെ സുവർണരേഖ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം റാഞ്ചി. സെൻട്രൽ കോൾ ഫീൽഡ്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം റാഞ്ചിയാണ്. ബിർസ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് കാങ്കെ എന്ന് പറയുന്നതാണ്. അത് റാഞ്ചിയുടെ അടുത്ത് തന്നെയാണ് കാങ്കെ. അതേപോലെ ജംഷഡ്പൂർ, ഇന്ത്യയുടെ പീറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരം. അതാണ് ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചേക്കണേ. ഇന്ത്യയുടെ പീറ്റ്സ്ബർഗ് എന്നറിയപ്പെടുന്ന നഗരമാണ് ജംഷഡ്പൂർ. സ്റ്റീൽ സിറ്റി ഓഫ് ഇന്ത്യ, അതേപോലെ ഇന്ത്യയുടെ ഉരുക്കു നഗരം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ജംഷഡ്പൂർ തന്നെയാണ്. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്നതും ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ പ്ലാന്റ് ടാറ്റ സ്റ്റീൽ പ്ലാന്റ് 1907 സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു നഗരത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ISO 9005 സർട്ടിഫൈഡ് നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതും ജംഷഡ്പൂർ തന്നെയാണ്. ഇനി നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നഗരം, അതേപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ഖേലോ ഇന്ത്യ നാഷണൽ റാങ്കിംഗ് വുമൺ ആർച്ചറി ടൂർണമെന്റിന്റെ വേദി എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ജംഷഡ്പൂരാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസ് എന്ന ലെവലിൽ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നിങ്ങളെല്ലാവരും പഠിച്ച് സെറ്റ് ആയിട്ടുള്ള ആളുകളാണ്. നിങ്ങൾക്കൊരു റിവിഷൻ കൂടി ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് കണ്ട് പഠിച്ച് പോവാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ജാർഖണ്ഡിന്റെ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ് നാഷണൽ പവർ പ്രോജക്റ്റ് ആയ ഗോഡ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജാർഖണ്ഡിലാണ്. അതേപോലെ തന്നെ എന്താണ്, അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് എന്ത് വരുന്നത്? ഗോഡ പവർ പ്ലാന്റ് നിലവിൽ വരുന്നത്. ഗോഡ പവർ പ്ലാന്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ് നാഷണൽ പ്രൊജക്റ്റിലെ വൈദ്യുതി ലഭിക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ആനകളുടെ സഞ്ചാരപഥം അറിയാനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ, ഇത് കഴിഞ്ഞൊരു ദിവസം PSCയുടെ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. റീസെന്റ് ചോദിച്ചേക്കുന്നതാണ്. ആനകളുടെ സഞ്ചാരപഥം അറിയുന്നതിനായിട്ട് എലിഫന്റ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? എലിഫന്റ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ആരംഭിച്ചത് ജാർഖണ്ഡിലാണ്. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക സംവിധാനത്തിലൂടെ വിത്ത് വിതരണം ചെയ്യുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ലോകാരോഗ്യ സംഘടനയുടെ 2022 ലോക പുകയില വിരുദ്ധ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? നമ്മുടെ
ജാർഖണ്ഡ് തന്നെയാണ്. അപ്പോൾ എന്താണ് ലോകാരോഗ്യ സംഘടനയുടെ 2022 എന്ത് ലോക പുകയില വിരുദ്ധ പുരസ്കാരം ലഭിച്ചത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? ജാർഖണ്ഡാണ്. അപ്പോൾ ഓടിച്ചൊന്ന് പറയാം. അപ്പോൾ ഗോഡ പവർ പ്ലാന്റ് അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആദ്യ ട്രാൻസ് നാഷണൽ പവർ പ്രോജക്റ്റ് ആണ്. ആനകളുടെ സഞ്ചാരപഥം നിയന്ത്രിക്കാനായിട്ട് എലിഫന്റ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ ലോകാരോഗ്യ സംഘടന 2022 പുകയില വിരുദ്ധ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം. കാരണം ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനൊന്നും നിൽക്കത്തില്ല. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ അതങ്ങ് 2-3 തവണ അങ്ങ് റിവിഷൻ ചെയ്ത് സെറ്റായി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും അത് മറക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങ് ചെയ്ത് തീർത്ത് പോകുന്നത്. കാരണം കറണ്ട് അഫയേഴ്സ് ആണല്ലോ, പിന്നെ വീണ്ടും ഒന്ന് കേൾക്കാനുള്ള മനസ്സൊന്നും ആർക്കുമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ആർക്കും പ്രശ്നമില്ല എന്ന് കരുതുന്നു. നമുക്ക് മധ്യപ്രദേശിലേക്ക് പോവാം. മധ്യപ്രദേശിന്റെ ബേസ് പോയിന്റ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. മധ്യപ്രദേശ് നിലവിൽ വന്നത് 1956 നവംബർ 1. പ്രധാന ഭാഷകളാണെങ്കിൽ ഹിന്ദി, മറാത്തി, ഉറുദു ആണ്. തലസ്ഥാനം ഭോപ്പാലാണ്. പ്രധാന ആഘോഷം ബംഗോരിയ മതായി. നൃത്തരൂപമാണെങ്കിൽ ലോട്ട മാച്ചെ പാണ്ഡ്വാനി. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ചെയ്തേക്കണ ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ടാവും. പ്രധാന നൃത്തരൂപം എന്ന് പറയുന്നത് ലോട്ട മാച്ചെ പാണ്ഡ്വാനി. മോസ്റ്റ്ലി റിപ്പീറ്റഡ്. പ്രധാന നദി നർമ്മദ, താപ്തി, ചാമ്പലാണ്. സംസ്ഥാന മൃഗമാണെങ്കിൽ സ്വാമ്പ് ഡീർ ആണ്. അതേപോലെ സംസ്ഥാന പക്ഷിയാണെങ്കിൽ ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ ആണ്. സംസ്ഥാന പുഷ്പമാണെങ്കിൽ പാരറ്റ് ട്രീ ആണ്. സംസ്ഥാന പുഷ്പം എന്ന് പറയുന്നത് എന്ത് ട്രീ ആണോ എന്തോ, പാരറ്റ് ട്രീ. അതേപോലെ തന്നെ എന്താണ് സംസ്ഥാന വൃക്ഷമാണെങ്കിൽ അരയാൽ എന്ന് പറയുന്നതാണ് സംസ്ഥാന വൃക്ഷം എന്ന് പറയുന്നത്. മധ്യപ്രദേശ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഏകദേശം ഒരു 5ഓളം നഗരങ്ങളാണ് മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ളത്. അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡോർ ആണ്. മധ്യഭാരത സംസ്ഥാനം നിലവിലുണ്ടായിരുന്നപ്പോൾ തലസ്ഥാനമായിരുന്ന പ്രദേശമായിരുന്നു ഇൻഡോർ എന്ന് പറയുന്നത്. ഹോൾക്കർ രാജവംശത്തിന്റെ ആസ്ഥാനം. മധ്യപ്രദേശിന്റെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ? ഇൻഡോർ തന്നെയാണ്. കമല നെഹ്റു പ്രാണി സംഗ്രഹാലയ ഇൻഡോർ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻഡോർ തന്നെ. ഇനി 2022 ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? ഇൻഡോർ തന്നെയാണ്. നാഷണൽ റിസർച്ച് സെന്റർ ഫോർ സോയാബീൻ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻഡോർ ആണ്. ഉജ്ജയിൻ എന്ന് പറയുന്നതാണ് അടുത്ത നഗരം എന്ന് പറയുന്നത്. കാളിദാസന്റെ ജന്മസ്ഥലമാണ് ഉജ്ജയിൻ എന്ന് പറയുന്നത്. ചന്ദേലന്മാരുടെ തലസ്ഥാനമായിരുന്ന സ്ഥലം. ഗുപ്ത രാജാക്കന്മാരുടെ 2ാം തലസ്ഥാനം എന്ന് പറയുന്നത്. ഉജ്ജയിനി സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ക്ഷിപ്ര എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവന്തി രാജവംശത്തിന്റെ ആസ്ഥാനം. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉജ്ജയിനാണ്. മഹാകാലേശ്വര ക്ഷേത്രം അത് സ്ഥിതി ചെയ്യുന്നത് ഉജ്ജയിനിൽ തന്നെയാണ്. ജബൽപൂർ എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം തപസ്യഭൂമി, അതായത് രാമായണത്തിൽ തപസ്യഭൂമി എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജബൽപൂരാണ്. ജബലിപുരം എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടത്. കോളേജ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് ആൻഡ് മെന്റിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കോളേജ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ജബൽപൂർ തന്നെയാണ്. അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത മധ്യപ്രദേശിലെ സ്ഥലമാണ് തിൽവാരഘട്ട് എന്ന് പറയുന്നത്. ഈ തിൽവാരഘട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജബൽപൂരിലാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഭോപ്പാൽ എന്ന് പറയുന്നത്. ഭോപ്പാൽ നഗരസ്ഥാപകനായ രാജാവ് ഭോജനാണ്, അതായത് പരമാര വംശത്തിൽപ്പെട്ട രാജാവായ ഭോജൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എന്നിവയുടെ ആസ്ഥാനം ഭോപ്പാലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലോബൽ സ്കിൽ പാർക്ക് നിലവിൽ വരുന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക്ക് നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാണ്? ഭോപ്പാലാണ്. ഭോപ്പാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ 1 സ്റ്റോപ്പ് ക്രൈസിസ് സെന്റർ ആയ ഗൗരവി സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഭോപ്പാൽ തന്നെയാണ്. അടുത്തതാണ് ഗ്വാളിയാർ എന്ന് പറയുന്നത്. മൺപാത്ര നിർമ്മാണത്തിന് പേരുകേട്ട മധ്യപ്രദേശിലെ സ്ഥലമാണ് ഗ്വാളിയാർ. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയാർ. താൻസൻ സംഗീതോത്സവത്തിന് വേദിയാകുന്ന നഗരം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. താൻസൻ സംഗീതത്തിന് വേദിയാകുന്ന നഗരം. സംഗീത ചക്രവർത്തിയായിരുന്ന താൻസന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയാറിലാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമായി പോകും. അതുകൊണ്ട് ഭോപ്പാൽ ദുരന്തം
ദുരന്തം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1984 ഡിസംബർ 2-3. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വിഷവസ്തുവാണ് മീഥൈൽ ഐസോസയനേറ്റ് എന്ന് പറയുന്നത്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ കമ്പനിയാണ് യൂണിയൻ കാർബൈഡ്. ഭോപ്പാൽ ദുരന്തത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ NK സിംഗ് കമ്മീഷനാണ്. ഭോപ്പാൽ ദുരന്തത്തിന്റെ സമയത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയാണ് അർജുൻ സിംഗ്. ഭോപ്പാൽ ദുരന്തം നടക്കുമ്പോൾ യൂണിയൻ കാർബൈഡ് കോർപ്പറേഷൻ ചെയർമാനായിരുന്നു വാറൻ ആൻഡേഴ്സൺ എന്ന് പറയുന്നത്. ഹിരോഷിമ ഇൻ കെമിക്കൽ ഇൻഡസ്ട്രി എന്ന് ഭോപ്പാൽ ദുരന്തത്തെ വിശേഷിപ്പിച്ച സംഘടന മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടനയാണ്. അതേപോലെ ഭോപ്പാൽ ദുരന്തത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയ ഫോട്ടോഗ്രാഫർ എന്നും പ്രിയപ്പെട്ടതാണ് BScക്ക്. അത് രഘുറായി എന്ന് പറയുന്ന ചിത്രകാരനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മധ്യപ്രദേശിന്റെ ബേസ് ആയിട്ട് പഠിക്കാനുള്ളൂ. നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സാഞ്ചി മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റി നിലവിൽ വരുന്നത് സാഞ്ചി മധ്യപ്രദേശ്. 2023 ഓഗസ്റ്റിൽ സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് 35% സംവരണം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മധ്യപ്രദേശ്. അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് OBC പദവി നൽകിയ സംസ്ഥാനം ചോദിക്കാണ്ടോ. ട്രാൻസ്ജെൻഡേഴ്സ് ഇതൊക്കെ PSc എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് OBC പദവി നൽകിയ സംസ്ഥാനം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരം ഏതാ? മധ്യപ്രദേശാണ്. എന്നാണ് അത് പ്രഖ്യാപിച്ചത് ചോദിച്ചാൽ 2023 ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഏതൊരു വ്യക്തിയുടെയും ബന്ധുക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അപ്പൊ ആൾക്കൂട്ടം ഉണ്ടായി കഴിഞ്ഞാൽ ആരും തട്ടിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആ കുടുംബത്തിന് എത്ര ലക്ഷം രൂപ കിട്ടണേ? 10 ലക്ഷം രൂപ കിട്ടും. കരുതി കൂട്ടിയൊക്കെ വേണമെങ്കിൽ ചെയ്ത് 10 ലക്ഷം രൂപ വേണമെങ്കിൽ വാങ്ങിയെടുക്കാം. ഓക്കെ, അപ്പൊ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിൽ സംഗീത നഗരമായി ഉൾപ്പെടുത്തിയത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഗോളിയാറാണ്. ഓക്കെ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇന്ത്യയുടെ ചങ്കായിട്ടുള്ള, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം മധ്യപ്രദേശ്. മഹാകാൽ ലോക ഇടനാഴി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? മധ്യപ്രദേശാണ്. ഓർത്തോ, ഇമ്പോർട്ടൻ്റ് ആണ്. മഹാകാൽ ലോക ഇടനാഴി. മഹാകാൽ ലോക ഇടനാഴി. ഇനി ഉജ്ജ് നഗരത്തിലെ മഹാകാലേശ്വര ക്ഷേത്രത്തിലെ ആദ്യ ഘട്ടമാണ് മഹാകാൽ ലോക് ഇടനാഴി എന്ന് പറയുന്നത്. അതേപോലെ 2023 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഉന്മേഷ ഫെസ്റ്റിവൽ ഓഫ് ഫോക്ക് ആൻഡ് ട്രൈബൽ പെർഫോമിംഗ് ആർട്സ് ഉത്കർഷണം എന്നിവർക്ക് വേദിയായ നഗരമാണ് ഭോപ്പാൽ മധ്യപ്രദേശ്. 2023 സ്വച്ഛ് വായു സർവേയിൽ ഒന്നാമത് എത്തിയ നഗരം ഏതാന്ന് ചോദിച്ചാൽ ഇൻഡോർ ആണ്. കാരണം ഏറ്റവും മലിനീകരിക്കപ്പെടാത്ത ഒന്നാമത്തെ നഗരം ഇന്ത്യയിലെ ഏതാന്ന് ചോദിച്ചാൽ അത് ഇൻഡോർ ആണ്. ആദിശങ്കരന്റെ 12 വയസ്സ് പ്രായരൂപത്തിൽ പണി കഴിപ്പിച്ച ഏകാത്മതാക്കി പ്രതിമ ചോദിച്ചു PSc. ഏകാത്മതാക്കി പ്രതിമ ആരുടേതാണ് എന്നുള്ളത്. അത് ആരുടെയാണ്? ആദിശങ്കരന്റെ 12 വയസ്സ് രൂപത്തിൽ പണി കഴിപ്പിച്ച ആ ഒരു പ്രതിമയാണ് എന്തെന്ന് പറയുന്നത്? ഏകാത്മതാക്കി പ്രതിമ എന്ന്. ഏകാത്മതാക്കി പ്രതിമ. സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഏകാത്മത എന്ന് പറയുന്നത് അത് വേറെയാണ്. ഇത് ഏകാത്മതാക്കി പ്രതിമ. ഓക്കെ, ഇനി 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് പുണ്യസ്ഥലങ്ങൾ സൗജന്യമായി സന്ദർശിക്കാൻ അവസരമൊരുക്കുന്ന മുഖ്യമന്ത്രി തീർത്ഥദർശൻ യോജന ആരംഭിച്ച സംസ്ഥാനം. അപ്പം മുതിർന്ന ആളുകൾക്ക് എന്താണ്? നിലവിൽ സൗജന്യമായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഓരോ സ്ഥലങ്ങൾ പോകാം, അവിടെ സന്ദർശിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ അതിനെന്താണ്? പ്രത്യേക പൈസയൊന്നും ഈടാക്കുന്നില്ല ഏത് സർക്കാർ? മധ്യപ്രദേശ് സർക്കാർ. നല്ലൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് അവര് കൊടുത്തിരിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അതാണ് മുഖ്യമന്ത്രി തീർത്ഥ ദർശൻ യോജന. മുഖ്യമന്ത്രി തീർത്ഥ ദർശൻ യോജന എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലാണ് മുഖ്യമന്ത്രി തീർത്ഥൻ യോജന എന്നറിയപ്പെടുന്നത്. മുഖ്യമന്ത്രി തീർത്ഥൻ യോജന എവിടെയാണ്? നമ്മുടെ മധ്യപ്രദേശിലാണ്. ഗ്രാമപ്രദേശങ്ങളിൽ നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി അനുവദിക്കുന്ന മുഖ്യമന്ത്രി ആവാസീയ ഭൂ അധികാർ യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? നമ്മുടെ മധ്യപ്രദേശാണ്. 2047 എന്താണ്? സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജനം ചെയ്യുന്ന കേന്ദ്ര പദ്ധതിയുടെ 2047 എന്താണ്? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗത്തിന് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാ? മധ്യപ്രദേശാണ്. പദ്ധതിയുടെ പേര് നാഷണൽ സിക്കിൾ സെൽ അനീമിയ എന്നാണ്. എലിമിനേറ്റിംഗ് മിഷൻ 2047. ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി.
കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 1 മാർക്ക് നമുക്ക് അവിടെ സെറ്റാണ്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഒഡീഷയെ കുറിച്ചാണ്. ഒഡീഷയുടെ ബേസിക് പോയിന്റ് നമുക്ക് പഠിച്ചിട്ട് നേരെ നമുക്ക് എന്തിലേക്ക് പോകാം? കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഓക്കെ, ഒഡീഷ സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. തലസ്ഥാനമാണെങ്കിൽ ഭുവനേശ്വരാണ്. പ്രധാന ഭാഷകളാണെങ്കിൽ ഒഡിയ, സന്താളിയാണ്. ജില്ലകൾ 30 എണ്ണമാണുള്ളത്. രാജ്യസഭാ സീറ്റുകൾ 10 എണ്ണം. ലോക്സഭാ സീറ്റാണെങ്കിൽ 21 എണ്ണമാണ്. നിയോജക മണ്ഡലങ്ങളാണെങ്കിൽ 147. ഹൈക്കോടതി കട്ടക്ക് എന്ന് പറയുന്നത് സ്ഥലത്താണ്. പ്രധാന നൃത്തരൂപമാണ് ഒഡീസി, ദണ്ഡ, അതേപോലെ തന്നെ നട, ദണ്ഡിയ, നട. പ്രധാന നദികളാണ് മഹാനദി, ബ്രാഹ്മിണി, വൈതരണി, ഇന്ദ്രാവതി. പ്രധാന ഉത്സവങ്ങൾ രഥയാത്ര, അതേപോലെ തന്നെ ദുർഗാ പൂജയാണ് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. സംസ്ഥാന മൃഗമാണെങ്കിൽ മാൻ, സംസ്ഥാന പക്ഷി പനങ്കാക്ക, സംസ്ഥാന പുഷ്പമാണെങ്കിൽ അശോക, സംസ്ഥാന വൃക്ഷമാണെങ്കിൽ ആൽമരം. നമുക്കറിയാം, അതായത് പ്രാചീന കാലത്ത് കലിംഗ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമായിരുന്നു ഏതെന്ന് പറയുന്നത്? ഒഡീഷ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കലിംഗ യുദ്ധം നടന്ന നദീതീരമാണ് ദയാ നദീതീരം. ഒറീസ എന്ന പേര് ഒഡീഷ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം 2011 നവംബർ 4. ടാൽക്കർ ജലവൈദ്യുത പദ്ധതി പ്രോജക്റ്റ്, അതേപോലെ തന്നെ കോരാപുട്ട് അലൂമിനിയം പ്രോജക്റ്റ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഒഡീഷയിലാണ്. ഒഡീഷയിലെ ഇരട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കട്ടക്കും അതേപോലെ തന്നെ ഭുവനേശ്വരും. കട്ടക്കും ഭുവനേശ്വരും നമുക്കൊന്ന് ഓടിച്ചു പറഞ്ഞതിന് ശേഷം നേരെ നമുക്ക് എന്തിലേക്ക് പോവാം? നമ്മുടെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ കട്ടക്ക്, അതായത് സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം, അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കട്ടക്ക് എന്ന് പറയുന്ന നഗരം പ്രശസ്തി ആർജിച്ചത് തന്നെ. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മസ്ഥലം. ഒഡീഷയുടെ നിയമ തലസ്ഥാനം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? കട്ടക്കാണ്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനം ബരാബതി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഒഡീഷയിലെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഇതൊക്കെ എവിടെയാണ്? കട്ടക്കിലാണ്. ഒഡീഷയുടെ ആദ്യകാല തലസ്ഥാനം എന്നറിയപ്പെടുന്നതും കട്ടക്കാണ്. മില്ലേനിയം സിറ്റി, സിൽവർ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നഗരം. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കട്ടക്കിലാണ്. ബിജു പട്നായിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും കട്ടക്കിലാണ്. ഓക്കെ, നമുക്ക് നേരെ ഭുവനേശ്വർ എന്ന് പറയുന്ന ആ ഒരു നഗരത്തിലേക്ക് പോവാം. ഒഡീഷയിലെ ഏറ്റവും വലിയ നഗരമാണ് ഭുവനേശ്വർ നഗരം എന്ന് പറയുന്നത്. ഒട്ടോ കോങ്കി ബർഗർ എന്നാണ് ഭുവനേശ്വർ നഗരം പണി കഴിപ്പിച്ച ആൾ എന്ന് പറയുന്നത്. ഒട്ടോ കൊനിങ്കോ ബർഗർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ക്ഷേത്ര നഗരം, കത്തീഡ്രൽ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. 2022 ഏപ്രിൽ ഇന്ത്യയിലെ ആദ്യ സ്കിൽ ഇന്ത്യ ഇന്റർനാഷണൽ സെന്റർ നിലവിൽ വന്ന നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭുവനേശ്വരാണ്. അതേപോലെ തന്നെ എന്താണ്? ഒഡീഷ സംസ്കാരത്തിന്റെ രത്നം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഭുവനേശ്വറിലെ മുക്തേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത്. എന്താണ്? മുക്തേശ്വര ക്ഷേത്രം. നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. 2023 ജനുവരിയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1300 വർഷം പഴക്കമുള്ള ബുദ്ധിസ്റ്റ് സ്തൂപം കണ്ടെത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ 2023 ജനുവരിയിൽ എന്താണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ 1300 വർഷം പഴക്കമുള്ള ബുദ്ധിസ്റ്റ് സ്തൂപം കണ്ടെത്തിയ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷയാണ്. ജാതി സെൻസസ് നടത്തിയ 2ാമത്തെ സംസ്ഥാനമാണ് ഒഡീഷ. 2023 ഉദ്ഘാടനം ചെയ്ത ആഭ്യന്തര വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? നമ്മുടെ ഒഡീഷയിലാണ്. അതേപോലെ ഇന്ത്യയിൽ ആദ്യമായി ട്രൈബൽ ഹെൽത്ത് ഒബ്സർവേറ്ററി ആരംഭിക്കുന്ന സംസ്ഥാനം ഒഡീഷ. ഒഡീഷ സംസ്ഥാനത്തിന്റെ നിയമസഭയുടെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് പ്രമീള മാലിക് എന്ന് പറയുന്നത്. ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഹോക്കിക്ക് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് ബിർസ മുണ്ട സ്റ്റേഡിയം. ഏതാണ്? ബിർസ മുണ്ട സ്റ്റേഡിയം ഒഡീഷയിലെ റൂർക്കേലയിൽ ഉദ്ഘാടനം ചെയ്തു. ഹോക്കിക്ക് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം. ചേരികൾ ഇല്ലാതാക്കാനുള്ള ജാഗ മിഷനിലൂടെ UN ഹാബിറ്റേറ്റിന്റെ 2023 അവാർഡ് നേടിയ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാ? ഒഡീഷയാണ്. അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടിയാണ് ജാജ്പൂർ ഒഡീഷ. അന്താരാഷ്ട്ര കരകൗശല ഉച്ചകോടി ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ജാജ്പൂർ ഒഡീഷയാണ്. 2023 ജനുവരി 29 പോലീസുകാരന്റെ വെടിയേറ്റു മരിച്ച ഒഡീഷയിലെ ആരോഗ്യമന്ത്രിയാണ് നബ കിഷോർ ദാസ്. 2006 വനാവകാശ നിയമം ഫലപ്രദമായി നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒഡീഷ സംസ്ഥാനത്ത് ആരംഭിച്ച പദ്ധതിയാണ് മോജംഗിൽ ജാമി യോജന. മോജംഗിൽ യാമി യോജന. മോജംഗിൽ യാമി യോജന ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോട്ടോ.
ജലാശയങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ആമാ പോക്കിരി പദ്ധതി ആരംഭിച്ചത്? ആമാ പോക്കിരി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ജലാശയങ്ങളെ എന്ത് ചെയ്യിക്കാൻ, പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആമാ പോക്കിരി പദ്ധതി ആരംഭിച്ചു. 2023 ജലവൈവിധ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ട മർദൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓക്കെ, മർദൻ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ ഈ പറയുന്ന എവിടെയാണ്? നമ്മുടെ ഒഡീഷയിലാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രീയ ആദർശ് വേദ വിദ്യാലയം സ്ഥാപിതമായത് പുരി, ഒഡീഷയിലാണ്. പുരി എവിടെയാണ്? ഒഡീഷ. ആദ്യത്തെ ഉജ്ജയിനി മധ്യപ്രദേശാണ്. മുഖ്യമന്ത്രി ശിക്ഷ പുരസ്കാര യോജന എന്ന പേരിൽ അവാർഡും സ്കോളർഷിപ്പും ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാനത്തെ മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ കുയി ഭാഷ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാഷയാണ് എന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഒഡീഷയുമായി ബന്ധപ്പെട്ട ഭാഷയാണ് കുയി ഭാഷ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാനത്തെ മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷ ഏതാന്ന് ചോദിച്ചാൽ അതാണ് കുയി ഭാഷ. അടുത്ത് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിനെ കുറിച്ചാണ്. അപ്പൊ ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്റ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരാഖണ്ഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ബേസിക് ഫാക്റ്റുകൾ നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് 2000 നവംബർ 1-നാണ്. ഓക്കെ, നവംബർ 9. ഓക്കെ, അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് 2000 നവംബർ 9-ആണ്. പ്രധാന ഭാഷകൾ ഹിന്ദി, ഗാർവാളി, സംസ്കൃതം, കുമയോണി എന്നിവയാണ്. ജില്ലകൾ 13 രാജ്യസഭാ സീറ്റ് 3, ലോക്സഭാ സീറ്റ് ആണെങ്കിൽ 5. നിയോജക മണ്ഡലങ്ങൾ 70. ഹൈക്കോടതി നൈനിറ്റാളാണ്. പ്രധാന നൃത്തരൂപങ്ങൾ രാമോല, ബോട്ടിയാണ്. പ്രധാന ഉത്സവമാണെങ്കിൽ ബസന്ത് പഞ്ചമി, അതേപോലെ തന്നെ ബിദ ഉലി എന്നിവയാണ്. പ്രധാന നദികളാണെങ്കിൽ ഭഗീരഥി, അളകനന്ദ, ഗംഗ, യമുനയാണ്. സംസ്ഥാന മൃഗമാണ് ആൽഫീൻ മസ്ക് ഡീർ. അതേപോലെ സംസ്ഥാന പക്ഷി ഹിമാലയൻ മോണാൽ. സംസ്ഥാന പുഷ്പമാണെങ്കിൽ ബ്രഹ്മ കമൽ. അതേപോലെ സംസ്ഥാന വൃക്ഷമാണെങ്കിൽ ഏതാന്ന് ചോദിച്ചാൽ റോഹിഡ്രി ഓൺ എന്നിവയാണ്. ഓക്കെ, ഇനി രൂപീകരണ സമയത്ത് ഉത്തരാഖണ്ഡ് അറിയപ്പെട്ടത് ഉത്തരാഞ്ചൽ എന്ന പേരിലാണ്. ഉത്തരാഞ്ചൽ എന്ന പേര് എന്താണ്, ഉത്തരാഖണ്ഡ് എന്ന പേരിലേക്ക് മാറ്റിയ വർഷം 2007 ഉത്തരാഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിനായി പ്രവർത്തിച്ച പ്രധാന രാഷ്ട്രീയ സംഘടനയാണ് ഉത്തരാഖണ്ഡ് ക്രാന്തി ദൾ എന്ന് പറയുന്നത്. ഇനി ഉത്തരാഖണ്ഡിലെ പ്രധാന ഹിൽ സ്റ്റേഷനുകളാണ് മസൂറി, കുമയോൺ, നൈനിറ്റാൽ, ഡെറാഡൂൺ, അൽമോറ. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ നമുക്കൊന്ന് നോക്കാം. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അതാണ് മസൂറി എന്ന് പറയുന്നത്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ പരിശീലന കേന്ദ്രമായ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂൺ ആണ്. എവിടെയാണ്? ഈ പറയുന്ന നമ്മുടെ മസൂറിയിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ഡെറാഡൂൺ സ്കൂൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരമാണ് ഡെറാഡൂൺ. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഡൂൺ താഴ്വരയിലാണ്. ഇനി ഉത്തരാഖണ്ഡിലെ മറ്റൊരു സ്ഥലമാണ് നൈനിറ്റാൽ എന്നറിയപ്പെടുന്ന നഗരം. ഉത്തരാഖണ്ഡ് ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് നൈനിറ്റാൽ ആണ്. 60 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ 60 തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നൈനിറ്റാൽ ഇന്ത്യയുടെ തടാക ജില്ല നൈനിറ്റാൽ ആണ്. റൂർക്കി ഏഷ്യയിലെ ഏറ്റവും പഴയ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായ നഗരമാണ് റൂർക്കി. 1847 ഏഷ്യയിലെ ഏറ്റവും പഴയ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിതമായത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈഡ്രോളജി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് റൂർക്കി. സെൻട്രൽ ബിൽഡിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും റൂർക്കിയിലാണ്. ഋഷികേശിലേക്ക് നമുക്കൊന്ന് ഓടി നോക്കാം. ലോകത്തിന്റെ യോഗാ തലസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ഋഷികേശ്. ഉത്തരാഖണ്ഡിൽ ഹിമാലയൻ ദിനം ആയി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 9. ഗംഗ കയാക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമാണ് ഋഷികേശ്. മിനി കാശ്മീർ എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലെ പ്രദേശമാണ് പുത്തോർഘട്ട് മുൻസിയാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസ് ആയിട്ട് നമ്മൾ ഉത്തരാഖണ്ഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന ലെവലിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. നൈനി സൈനിക വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം. നൈനി സൈനിക വിമാനത്താവളം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. ഇപ്പൊ എപ്പോഴും ചോദിക്കേണ്ട വിമാനത്താവളം. കഴിഞ്ഞ UPSCക്ക് ചോദിച്ച ചോദ്യം നമ്മുടെ സ്റ്റേറ്റിൽ നിന്നുമുള്ളതായിരുന്നു, നമ്മളത് പഠിച്ചതുമായിരുന്നു. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡിലെ 3ാമത്തെ വിമാനത്താവളമാണിത്. ഇന്ത്യയിലെ ആദ്യ ഗ്രാമമായി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പ്രഖ്യാപിച്ചത് മന ചമോലി ജില്ലയാണ്. ഓക്കെ, അതേപോലെ തന്നെ വൈബ്രേറ്റ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായാണ് പേര് മാറ്റിയത്.
ഇന്ത്യയിലെ അവസാന ഗ്രാമമായി മുൻപ് അറിയപ്പെടുന്ന പ്രദേശമാണ് മന വില്ലേജ് എന്ന് പറയുന്നത്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, കാരണം ക്ഷേത്രങ്ങളൊക്കെ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരാഖണ്ഡാണ്. ക്ഷേത്ര തലസ്ഥാനം, ക്ഷേത്ര നഗരം ഒക്കെയാണ്. മധ്യപ്രദേശിന് ശേഷം ഹിന്ദിയിൽ എന്താണ് MBBS പഠനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്, ഇനി ചോദിക്കാനും ചാൻസ് ഉണ്ട്. മധ്യപ്രദേശിനു ശേഷം ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം. ഓക്കെ, അപ്പോൾ മധ്യപ്രദേശിൽ എന്താണ് ഹിന്ദിയിൽ MBBS പഠനം ആരംഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ എവിടെയും പറ്റും ഇനി മുതൽ, നമ്മുടെ ഉത്തരാഖണ്ഡിലും പറ്റും. സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് 30% പ്രത്യേക സംവരണം സർക്കാർ സർവീസിൽ വ്യവസ്ഥ ചെയ്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തത് ദേവസ്ഥൽ ഉത്തരാഖണ്ഡാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണോ, ഇത് ഓർത്തു വെച്ചോ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് 2023 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്തത് ദേവസ്ഥൽ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലാണ്. 2023 ഭൂമി ഇടിഞ്ഞ് ഉത്തരാഖണ്ഡിലെ നഗരമാണ് ജോമിഷ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഭൂമി ഇടിഞ്ഞ ഉത്തരാഖണ്ഡിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ജോമിഷ്ട് എന്ന് പറയുന്നത്. ഏതാണ്? ജോമിഷ്ട് എന്ന് പറയുന്ന നഗരം. അപ്പോൾ ഇത്രയാണ് ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. നൈനി സൈനിക വിമാനത്താവളം ഒന്ന് ഓർത്തു വെച്ചോ, 1 മാർക്കാണ്. അതേപോലെ തന്നെ മന ചമോലി ജില്ല, ഓക്കെ, പ്രഖ്യാപിച്ച മന ചമോലി ജില്ല ഒന്ന് ഓർത്തു വെച്ചോ. അതേപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഹരിയാനയെ കുറിച്ചാണ്. അപ്പോൾ ഹരിയാനയുടെ ബേസിക് ഫാക്ട് ആദ്യം നോക്കാം, അതിനുശേഷം നേരെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഹരിയാന സംസ്ഥാനം രൂപീകൃതമായത് 1966 ഹരിയാന സംസ്ഥാനം രൂപീകൃതമായത്. പ്രധാന ഭാഷയാണെങ്കിൽ പഞ്ചാബി, ഹിന്ദിയാണ്. ജില്ലകൾ 22 എണ്ണമാണ്. രാജ്യസഭാ സീറ്റ് ആണെങ്കിൽ 5 എണ്ണം. ലോക്സഭാ സീറ്റ് 10 എണ്ണമാണ്. നിയോജക മണ്ഡലങ്ങൾ 90. ഹൈക്കോടതി ആണെങ്കിൽ ചണ്ഡീഗഡാണ്. പ്രധാന ആഘോഷങ്ങൾ ലോഹരി, അതേപോലെ തന്നെ ബൈശാഖി. പ്രധാന നൃത്തരൂപങ്ങളാണ് സാങ്, ഘുമർ. പ്രധാന നദികൾ ഖഗാർ, യമുനയാണ്. സംസ്ഥാന മൃഗമാണെങ്കിൽ കൃഷ്ണമൃഗമാണ്. സംസ്ഥാന പക്ഷി ബ്ലാക്ക് ഫാൽക്കണിലാണ്. അതേപോലെ സംസ്ഥാന പുഷ്പമാണെങ്കിൽ താമര. സംസ്ഥാന വൃക്ഷമാണെങ്കിൽ അരയാലാണ്. ഓക്കെ, ഇനി ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നതാണ് ഹരിയാന എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇന്ത്യക്ക് ഭാരതം എന്ന പേര് ലഭിക്കുന്നതിന് കാരണമായ ഭാരത വംശത്തിന്റെ കേന്ദ്രമായിരുന്നത് ഹരിയാനയാണ്. ചരിത്രപ്രസിദ്ധമായ പാനിപ്പത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ഹരിയാനയിലാണ്. മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. പഞ്ചാബിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനം. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമായിരുന്നു ഏതെന്ന് പറയുന്നത്? ചണ്ഡീഗഡ് എന്ന് പറയുന്നത്. ബസ്മതി അരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹരിയാനയാണ്. ഏറ്റവും അധികം ട്രാക്ടർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും ഏതാ? ഹരിയാനയാണ്. നമുക്ക് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പോകാം. ഫരീദാബാദ്, ഹരിയാനയിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഫരീദാബാദ് ആണ്. ഹരിയാനയിലെ വ്യാവസായിക തലസ്ഥാനം അല്ലെങ്കിൽ നഗരം എന്നറിയപ്പെടുന്നത് ഫരീദാബാദ്. നാഷണൽ പവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥിതി ചെയ്യുന്നത് ഫരീദാബാദ് ആണ്. ഫരീദാബാദ് നഗരം നിർമ്മിച്ച ജഹാംഗീറിന്റെ ഖജാൻജിയാണ് ഷെയ്ഖ് ഫരീദ്. അതേപോലെ ഹൻസ് ദേഹർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നോളജ് വില്ലേജ് ആണ് ഹൻസ് ദേഹർ. സ്വന്തമായി വെബ്സൈറ്റ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമമാണ് ഹൻസ് ദേഹർ എന്ന് പറയുന്നത്. കർണാല് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന നഗരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വീറ്റ് ആൻഡ് ബാർലി റിസർച്ചിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും കർണാലാണ്. അതേപോലെ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക് റിസോഴ്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നതും കർണാലാണ്. പാനിപ്പത്തിലേക്ക് നോക്കുകയാണെങ്കിൽ മഹാഭാരതത്തിൽ പാണ്ഡുപ്രസ്ഥ എന്ന പേരിൽ പരാമർശിച്ച പ്രദേശം. ഹെമുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം സ്ഥിതി ചെയ്യുന്ന നഗരം. നെയ്ത്തുപട്ടണം, ഇക്കോ സിറ്റി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പട്ടണം. അതേപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ നഗരം, ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റിറൈൻ ബട്രെയിൻ റബ്ബർ പ്ലാന്റ് നിലവിൽ വന്ന നഗരമാണ്. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ നടപ്പിലാക്കിയ നഗരവും ഏതന്നെയാണ്? പാനിപ്പത്താണ്. ഇനി ഹിസാർ ആണെങ്കിൽ ജനറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ഓൺ ബഫല്ലോ സ്ഥിതി ചെയ്യുന്നത് ഹിസാർ ആണ്. ചൗധരി ചരൺ സിംഗ് കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഹിസാർ ആണ്. അംബാലയിലെ പ്രശസ്തമായ സിഖ് തീർത്ഥാടന കേന്ദ്രമാണ് ശ്രീ പഞ്ചോര സാഹിബ് ഗുരുദ്വാര. അടുത്തത് സോണിപ്പെട്ട് ആണ്. നമുക്കറിയാം സൈക്കിൾ നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഹരിയാനയിലെ സ്ഥലമാണ് സോണിപ്പെട്ട്.
ദീനബന്ധു ചോട്ടൂറാം യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സോണിപ്പേട്ടാണ്. നമുക്ക് നേരെ ഹരിയാനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഹരിയാന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൂർണ്ണമായും വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. പത്മ പുരസ്കാര ജേതാവ് 10,000 രൂപ പെൻഷൻ അനുവദിച്ച സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ പത്മ പുരസ്കാര ജേതാക്കൾക്ക് എന്തുണ്ട്, 10,000 രൂപ എന്താണ് പെൻഷനായിട്ട് കിട്ടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് നമ്മുടെ ഹരിയാനയാണ്. നല്ലൊരു തീരുമാനമാണ്. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുത നിലയം വരുന്നത് ഗോരഖ്പൂർ, ഹരിയാനയാണ്. ഇനി സംസ്ഥാനമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഇനി ഐഫോൺ ബാറ്ററി നിർമ്മാതാക്കളായിട്ടുള്ള TDK കോർപ്പറേഷന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി ബ്രാൻഡ് നിലവിൽ വരുന്നത് മനേസർ എന്ന് പറയുന്ന സ്ഥലമാണ് ഹരിയാനയിലെ. നമുക്കറിയാം ആപ്പിൾ ഐഫോൺ അതിൻ്റെ ബാറ്ററി എവിടെയാണ് നിർമ്മിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്, ഈ പറയുന്ന ഹരിയാനയിലെ മനേസർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഐഫോൺ ബാറ്ററി നിർമ്മാതാക്കളായ TDK കോർപ്പറേഷന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ബാറ്ററി ബ്രാൻഡ് നിലവിൽ വന്നത് മനേസർ എന്ന് പറയുന്ന സ്ഥലമാണ് ഹരിയാന. അപ്പൊ അത്രയാണ് ഹരിയാനയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. പത്മ പുരസ്കാര ജേതാവ് 10,000, ഐഫോൺ ബാറ്ററി, TDK ബാറ്ററി, മനേസർ ആണ് വന്നത്. അതേപോലെ ഉത്തരേന്ത്യയിലെ ആദ്യ ആണവ വൈദ്യുത നിലയം നിലവിൽ വരുന്നത് ഗോരഖ്പൂർ എന്ന് പറയുന്ന സ്ഥലമാണ്, അത് ഹരിയാനയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വച്ചേക്കുക. നമുക്ക് നേരെ വെസ്റ്റ് ബംഗാളിലേക്ക് പോകാം. ഓക്കെ, പശ്ചിമ ബംഗാൾ സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. പ്രധാന ഭാഷകളാണെങ്കിൽ ബംഗാളി, ഇംഗ്ലീഷാണ്. ജില്ലകൾ 23 രാജ്യസഭാ സീറ്റുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭാ സീറ്റുകൾ 16 ലോകസഭാ സീറ്റ് 42, നിയോജക മണ്ഡലങ്ങൾ 294. ഹൈക്കോടതി കൊൽക്കത്തയാണ്. പ്രധാന ആഘോഷം ദുർഗാ പൂജയാണ്. പ്രധാന നൃത്തരൂപങ്ങളാണെങ്കിൽ ജാത്ര, കാഥിയാണ്. പ്രധാന നദികളാണെങ്കിൽ ഗംഗ, ദാമോദർ, ഹുഗ്ലി. സംസ്ഥാന മൃഗം ഫിഷിംഗ് കാറ്റ് ആണ്. സംസ്ഥാന പക്ഷി വൈറ്റ് ത്രോട്ടഡ് ആണ്. അതേപോലെ കിങ് ഫിഷർ ആണ് ഈ പറയുന്ന സംസ്ഥാന പക്ഷി എന്ന് പറയുന്ന. സംസ്ഥാന പുഷ്പം എന്താണ്, സെഫ്ലിക്ക ആണ്. സംസ്ഥാന വൃക്ഷം ചാട്ടീം ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് പഠിക്കാം. ഗ്രീക്ക് നാവികന്മാർ പുരാതന കാലത്ത് പശ്ചിമ ബംഗാളിനെ വിളിച്ചിരുന്നത് ഗംഗാരി ദായി എന്ന പേരിലാണ്. ബംഗാളിന് ആ പേര് ലഭിക്കാൻ കാരണമായ സാമ്രാജ്യമാണ് വംഗ സാമ്രാജ്യം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച ആദ്യ സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ പുതിയ പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് ബംഗ്ല. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് പോവാം. അതായത് പുരാതന കാലത്ത് കൊൽക്കത്ത നഗരം അറിയപ്പെട്ടിരുന്നത് കാലിക്കട്ട് എന്ന പേരിലാണ്. അതേപോലെ തന്നെ സന്തോഷത്തിന്റെ നഗരം, സിറ്റി ഓഫ് ജോയി, കൊട്ടാരങ്ങളുടെ നഗരം, ശാസ്ത്ര നഗരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടു. കൽക്കട്ട എന്ന പേര് മാറ്റി കൊൽക്കത്ത എന്നാക്കിയത് 2001. കൽക്കട്ട നഗരത്തിന്റെ ശില്പി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, ആര്, ജോബ് ചാർണോക്ക് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ സെല്ലുലാർ ഫോൺ സർവീസ് ആരംഭിച്ച നഗരം, മദർ തെരേസയെ അന്ത്യനിദ്ര കൊള്ളുന്ന നഗരം. ഏഷ്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് നിലവിൽ വന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, കൊൽക്കത്തയാണ്. അംബാസിഡർ കാർ നിർമ്മാണം പ്രസിദ്ധമായ നഗരം. ഇന്ത്യൻ ട്രം സർവീസ് നടത്തുന്ന പട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ് ഹോമിയോപ്പതി വൈറോളജി ലാബ് നിലവിൽ വന്ന നഗരം. ഈസ്റ്റേൺ സോണൽ കൾച്ചറൽ സെന്ററിന്റെ 64 ദിവസം നീണ്ടു നിൽക്കുന്ന തിയേറ്റർ ഫെസ്റ്റിവൽ അരങ്ങേറിയ സ്ഥലം. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ നഗരം. ഗാർഡൻ റീച്ച് കപ്പൽ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന നഗരം. ബഥൂൻ സ്ഥിതി ചെയ്യുന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, കൊൽക്കത്തയാണ്. ഡാർജിലിംഗ് ആണെങ്കിൽ മിന്നൽ പിണരുകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഡാർജിലിംഗ്. ഇന്ത്യയിൽ ആദ്യമായി വൈദ്യുതി വിതരണം നടപ്പിലാക്കിയ സ്ഥലമാണ്. ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്, നമ്മുടെ ഡാർജിലിംഗിലാണ്. മറ്റു വസ്തുക്കളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ IIT അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ഷിബ്പൂരാണ്. ഷിബ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതേപോലെ തന്നെ എന്താണ്, ഒത്തിരി കാര്യങ്ങൾ എന്താണ് നമ്മൾ വെസ്റ്റ് ബംഗാളുമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല. അപ്പോൾ നമുക്ക് നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പൊതുജന ആരോഗ്യ മ്യൂസിയം നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പൊതുജന ആരോഗ്യ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൽക്കത്ത ഏതാ, അത് കൽക്കത്ത ഹൂഗ്ലി നദിയിലാണ്. ഇന്ത്യയിലെ തന്നെ
ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത ഹൂഗ്ലി നദി. രാജ്യത്തെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ഗ്രാമമായി കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പ് തിരഞ്ഞെടുത്തത് കിരീടേശ്വരി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പശ്ചിമ ബംഗാളാണ്. ഓക്കെ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ടിലെ ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി തുടർച്ചയായി 3-ാം തവണയും ലഭിച്ച നഗരമാണ് കൊൽക്കത്ത എന്ന് പറയുന്നത്. വിഭജനകാലത്ത് ചരിത്രത്തിന്റെയും സാംസ്കാരിക സാഹിത്യ സവിശേഷതകളുടെയും മ്യൂസിയം ആരംഭിച്ച നഗരമാണ് ഏത്? കൊൽക്കത്ത എന്ന് പറയുന്നത്. പ്രഥമ നാഷണൽ വാട്ടർ ബോഡി സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കുളങ്ങളും ജലസംഭരണികളുമുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 2-ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. പശ്ചിമ ബംഗാളിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമാണ് സൗരവ് ഗാംഗുലി. 2023 ഭൗമസൂചിക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഉൽപ്പന്നം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻ തേനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 2023 ഭൗമ സൂചിക പദവി ലഭിച്ച പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് സുന്ദർബൻ തേൻ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അരുണാചൽ പ്രദേശിനെ കുറിച്ചാണ്. അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപീകൃതമായത് 1987 ഫെബ്രുവരി 20-നാണ് അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപീകൃതമായത്. പ്രധാന ഭാഷകളാണെങ്കിൽ നിഷിയും ഇംഗ്ലീഷുമാണ്. ജില്ലകൾ 25, രാജ്യസഭാ സീറ്റാണെങ്കിൽ 1, ലോക്സഭാ സീറ്റ് 2, നിയോജക മണ്ഡലങ്ങൾ 60 എണ്ണമാണുള്ളത്. ഹൈക്കോടതി ഗുവാഹത്തിയാണ്. പ്രധാന നൃത്തരൂപം അജി ലാമു എന്ന് പറയുന്നത്. പ്രധാന ഉത്സവമാണെങ്കിൽ ലോസർ, അതേപോലെ തന്നെ ബുരിബുട്ടാണ്. പ്രധാന നദിയാണെങ്കിൽ ബ്രഹ്മപുത്ര. സംസ്ഥാന മൃഗമാണെങ്കിൽ മിഥുൻ അല്ലെങ്കിൽ ഗയാൽ എന്ന് പറയുന്നതാണ്. സംസ്ഥാന പക്ഷി ഗ്രേറ്റ് ഹോൺബിലാണ്. സംസ്ഥാന വൃക്ഷമാണെങ്കിൽ ഹൊളോങ് ആണ്. സംസ്ഥാന പുഷ്പം ഫോക്സിറ്റ് ഓർക്കിഡ് എന്ന് പറയുന്നതാണ്. നമുക്കറിയാം നേഫ, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസി നേഫ എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനം. നേഫ എന്ന പേരിന് പകരം അരുണാചൽ പ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തിയാണ് ബിഫ ബസു ദാസ് ശാസ്ത്രി എന്ന് പറയുന്നത്. കേന്ദ്രഭരണ പ്രദേശമായിരുന്ന അരുണാചൽ പ്രദേശ് ഒരു സംസ്ഥാനമായി മാറിയ വർഷമാണ് 1987 ഫെബ്രുവരി 20. അരുണാചൽ പ്രദേശ് സംസ്ഥാനം രൂപം കൊള്ളാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 55-ാം ഭരണഘടനാ ഭേദഗതി 1987. 1962 അരുണാചൽ പ്രദേശ് അസമിന്റെ ഭാഗമായിരുന്നു. അരുണാചൽ പ്രദേശിൽ ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കാൻ കാരണമായ ഉടമ്പടിയാണ് എൻദാബോ ഉടമ്പടി എന്ന് പറയുന്നത്. എൻദാബോ ഉടമ്പടി. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ തർക്കം നിലനിൽക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? അരുണാചൽ പ്രദേശാണ്. ഇറ്റാനഗറാണ് പ്രധാനപ്പെട്ട അവിടുത്തെ നഗരങ്ങൾ എന്ന് പറയുന്നതും അതേപോലെ തന്നെ എന്താണ് തലസ്ഥാനവും. ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റാനഗർ ആണ്. ഹിമാലയൻ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന നഗരവും ഏത് തന്നെയാണ്? ഇറ്റാനഗർ ആണ്. ഓക്കെ. ഇനി നമുക്കറിയാം തീർത്ഥാടന കേന്ദ്രം പരശുറാം കുണ്ട് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. അതേപോലെ തന്നെ എന്താണ് അരുണാചൽ പ്രദേശ് പ്രസിദ്ധീകരണം ആരംഭിച്ച ആദ്യ ഹിന്ദി പത്രമാണ് അരുണഭൂമി എന്ന് പറയുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ഇറ്റാനഗർ? LGS എക്സ് സർവീസിന് 2023 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അത്രയൊക്കെയുള്ള ബേസ് കാര്യങ്ങളാണ് അതിൻ്റെ ഒന്ന് വരാറുള്ളൂ. നമുക്ക് നേരെ എന്തിലേക്ക് പോവാം? കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ രാജ്യത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ദിബാങ് പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ദിബാങ് പദ്ധതി എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ് നിലവിൽ വരുന്നത്. 2023 സെപ്റ്റംബറിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത നെച്ചിഫ്യൂ തുരങ്കം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. 1 മാർക്ക് നമുക്ക് അവിടെ കിട്ടും. നെച്ചിഫ്യൂ തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അതേപോലെ തന്നെ സുബഹി ലോവർ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും അരുണാചൽ പ്രദേശാണ്. 2023 ഏപ്രിൽ ദീർഘകാലമായി നിലനിന്ന അതിർത്തി തർക്ക കരാറിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് അസാമും അതേപോലെ അരുണാചൽ പ്രദേശും. അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കിയ ആദ്യ ചിത്രമാണ് ലവ്സ് ഇൻ 90s എന്ന് പറയുന്നത്. ലവ്സ് ഇൻ 90s അരുണാചൽ പ്രദേശിലെ ടാഗിൻ ഭാഷയിൽ പുറത്തിറക്കിയ ആദ്യ ചിത്രമാണ് ലവ്സ് ഇൻ 90s. സംവിധാനം താപൻ നാഥം എന്ന് പറയുന്ന ആളാണ് സംവിധാനം ചെയ്തത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ മത്സ്യ മ്യൂസിയം ആരംഭിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യത്തെ മത്സ്യ മ്യൂസിയം എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ അരുണാചൽ പ്രദേശിൽ. കാമെങ് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്.
അരുണാചൽ പ്രദേശിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭത്തിന് നൽകിയിരിക്കുന്ന പേരാണ് നോബിൾ ഹെലൻ എന്ന് പറയുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ ചിത്രശലഭത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതാണ് നോബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അസം. അസമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബേസിക് ഫാക്ട് കഴിഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടേക്ക് പോവാം? കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. അസം സംസ്ഥാനം രൂപീകൃതമായത് 1950 ജനുവരി 26-നാണ്. അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണിയുടെ ചരിത്ര രചനകളിൽ പരാമർശിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം എന്ന് പറയുന്നത്. കാമരൂപ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാമരൂപ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ്. അസം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ കാരണമായ യുദ്ധമാണ് ബർമീസ് യുദ്ധം എന്ന് പറയുന്നത്. ഈ ബർമീസ് യുദ്ധം നടന്നത് 1824 to 1826-നാണ്. അഹോം രാജവംശം ഭരണം നടത്തിയിരുന്ന സംസ്ഥാനമാണ് അസം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അഹോം രാജവംശ സ്ഥാപകനാണ് ആര്? ചാവ്ലുങ് സുഖുഭ എന്ന് പറയുന്നത്. അഹോം രാജവംശം സ്ഥാപിതമായത് 1228-ലാണ്. അസമിനെ ബ്രിട്ടീഷ് അധീനതയിലാക്കിയ ഉടമ്പടിയായിരുന്നു 1826-ലെ എൻദാബോ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പോൾ എൻദാബോ ഉടമ്പടി താഴെ പറയുന്നവയിൽ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ആണ് എന്ന് ചോദിച്ചാൽ അത് അസമാണ്. ജോർഹത്ത്, അസമിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ജോർഹത്ത്. ടീ ഫെസ്റ്റിവൽ നടക്കുന്ന അസമിലെ സ്ഥലമാണ് ജോർഹത്ത്. റെയിൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ജോർഹത്താണ്. ഇന്ത്യയിലെ ആദ്യ ശുദ്ധ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? നമ്മുടെ ജോർഹത്തിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ബോഡോലാൻഡ്, നമുക്കറിയാം അസമിലെ പ്രധാന തദ്ദേശവാസികളാണ് അസാമീസും അതേപോലെ തന്നെ ബോഡോസും. ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമുയർത്തി സംസ്ഥാനമാണ്. ബോഡോലാൻഡിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി നിയമിക്കപ്പെട്ട കമ്മീഷൻ ചോദിച്ചാൽ GK പിള്ള കമ്മിറ്റിയാണ്. അതേപോലെ ഗുവാഹത്തി, ബ്രഹ്മപുത്ര നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഗുവാഹത്തി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എയിംസ് ഗുവാഹത്തിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഗുവാഹത്തി. അതേപോലെ തന്നെ ഗോപിനാഥ് ബർദോളി ആസമിലെ ആദ്യ മുഖ്യമന്ത്രിയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആദ്യമായി ഭാരതരത്ന ലഭിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഗോപിനാഥ് ബർദോളിയാണ്. സാത്രിയ നൃത്തരൂപം, അസമിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ എന്ന് പറയുന്നത്. അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപമായ സാത്രിയയ്ക്ക് ഇപ്പോഴത്തെ രൂപം നൽകിയത് ശങ്കരദേവനാണ്. ആരാണ്? ശങ്കരദേവൻ. നമുക്ക് അസമിന്റെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? നമ്മുടെ ഗുവാഹത്തിയിലാണ്. ഓക്കെ, അപ്പോൾ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ആദ്യത്തെ എയിംസ് ആശുപത്രി നിലവിൽ വന്നത് ഗുവാഹത്തി. ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഉടനീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ പദ്ധതി നിലവിൽ വരുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെയുള്ള നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ പദ്ധതി നിലവിൽ വരുന്നത് ബ്രഹ്മപുത്ര നദി. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. ഏഷ്യയിലെ വെള്ളത്തിനടിയിലൂടെ ഉള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര നദിയിലാണ്. പദ്ധതി ബന്ധിപ്പിക്കുന്നത് ജോർഹാട്ടി അതേപോലെ തന്നെ മജ്ലിയാണ്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനവും ഏത് തന്നെയാണ്? അസം തന്നെയാണ്. അസമിലെ സോണി ജില്ലയിൽ 2023 ഓഗസ്റ്റിൽ ചേരുന്ന രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രായം കൂടിയ നാട്ടാനയാണ് ബിജുലി പ്രസാദ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വേണമെങ്കിൽ. ബിജുലി പ്രസാദാണ് അസമിലെ സോണി ജില്ലയിൽ 2023 ഓഗസ്റ്റിൽ ചേരുന്ന രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രായം കൂടിയ നാട്ടാനയാണ് ബിജുലി പ്രസാദ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗുവാഹത്തിയും ന്യൂജൽപായ്ഗുരിയാണ് വെസ്റ്റ് ബംഗാളിലെ. ഇനി ഇന്ത്യൻ ആർമി കാട്ടാനകൾക്കായി ആവാസ വ്യവസ്ഥ നിർമ്മിച്ചു നൽകിയ അംചാങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? അസമിലാണ്. ഇന്ത്യൻ ആർമി കാട്ടാനകൾക്കായി ആവാസ വ്യവസ്ഥ നൽകിയ ആംചങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആംചങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അസമിലാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മിസോറാമാണ്. മിസോറാവുമായി ബന്ധപ്പെട്ട് നമുക്ക് ബേസിക് ഫാക്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നേരെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം.
മിസോറാം. അതായത് മിസോറാം സംസ്ഥാനം രൂപീകൃതമായ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ മിസോറാം 1987 ഫെബ്രുവരി 20. പ്രധാന ഭാഷ മിസോ, അതേപോലെ തന്നെ ഇംഗ്ലീഷുമാണ്. ഹൈക്കോടതി എവിടെയാ ചോദിച്ചാൽ ഗുവാഹത്തിയാണ്. പ്രധാന ഉത്സവം മിങ്കൂട്ട്, പോൾക്കൂട്ടാണ്. പ്രധാന നൃത്തരൂപങ്ങളാണ് ചിരാവ്, അതേപോലെ തന്നെ ഖുല്ലം എന്ന് പറയുന്നത്. പ്രധാന നദികൾ ഏതാന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? തുരിലാലാണ്. സംസ്ഥാന മൃഗമാണ് സിറോ. സംസ്ഥാന പക്ഷി മിസ് ഹൂംസ് പ്ലസന്റ് ആണ്. അതേപോലെ സംസ്ഥാന പുഷ്പമാണെങ്കിൽ റെഡ് വാണ്ട. സംസ്ഥാന വൃക്ഷമാണെങ്കിൽ സിലോൺ ആണ്. ഇന്ത്യൻ യൂണിയനിലെ 23ാമത്തെ സംസ്ഥാനമാണ് മിസോറാം. 1972 വരെ മിസോറാം ആസാമിന്റെ ഭാഗമായിരുന്നു. റോമൻ ലിപി ഉപയോഗിക്കുന്ന മിസോറാമിലെ ഭാഷയാണ് മീസോ എന്ന് പറയുന്നത്. മിസോറാമിലെ പ്രധാന ആഘോഷങ്ങളാണ് പൊതുവെ അറിയപ്പെട്ടിരുന്ന പേര് കൂട്ടെന്ന്. മിസോറാമിലെ പ്രധാന ആഘോഷങ്ങളാണ് പച്ചർകൂട്ട്, മിംകൂട്ട്, പോൾകൂട്ട് എന്നൊക്കെ പറയുന്നതാണ്. അവസാനം കൂട്ടെന്ന് വരും. ഓക്കെ. മിസോറാമിലെ പ്രധാന കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ് പച്ച് പർ കുട്ട് എന്ന് പറയുന്നത്. കറണ്ട് അഫയേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ള സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ ബാധിതരുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാമാണ്. ഗുരുഗ്രാം മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനപ്രകാരം സന്തോഷ സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് മിസോറാമാണ്. ഓക്കെ. അപ്പോൾ ഗുരുഗ്രാം മാനേജ്മെന്റ് ഡെവലപ്മെന്റ് നടത്തിയ സർവേ പ്രകാരം സന്തോഷ സൂചികയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് മിസോറാമാണ്. അടുത്ത് നമുക്ക് ത്രിപുരയെ കുറിച്ച് പഠിക്കാം. ത്രിപുരയിലെ ആദ്യ വനിതാ സംഗീത ബാൻഡിന്റെ പേരാണ് മേഘബാലിക. അപ്പോൾ മേഘബാലിക എന്നറിയപ്പെടുന്നതാണ് ത്രിപുരയിലെ ആദ്യത്തെ വനിതാ സംഗീത ബാൻഡിന്റെ പേരാണ് മേഘബാലിക. സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പാൻ സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ത്രിപുരയാണ്. ഓക്കെ. അപ്പോൾ സാമൂഹികവും വൈകാരികവുമായ പഠനം പ്രോത്സാഹിപ്പിക്കാൻ സഹർഷ് എന്ന വിദ്യാഭ്യാസ പരിപാടി അതെവിടെയാണ്? ത്രിപുരയിലാണ്. ത്രിപുര മുറിച്ച് തിപ്രാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തിപ്ര മോർത്ത പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ തിപ്ര മോർത്ത പാർട്ടിയാണ് ത്രിപുര മുറിച്ച് ത്രിപുരാലാൻഡ് എന്ന പേരിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. നമുക്കിനി മണിപ്പൂരിലേക്ക് പോകാം. കാരണം ബേസിക് ഫാക്ട് ഓൾറെഡി ഇത്രയും സംസ്ഥാനത്തിൻ്റെ നമ്മൾ പറഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ ഈ പറഞ്ഞ 2-3 സംസ്ഥാനങ്ങളുടെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് ഫാക്ട് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇനി അത് ഒത്തിരി ഒന്നും ഇല്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. ഓക്കെ. മണിപ്പൂര് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് വരുന്ന സംസ്ഥാനമാണ് മണിപ്പൂര്. ബംഗ്ലാദേശ് സുരക്ഷാ സേനയുടെ ആക്രമണം ഭയന്ന് കുക്കീച്ചിൽ അഭയം പ്രാപിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഇന്ത്യൻ ആർമി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കോച്ചിങ് സെന്റർ ആരംഭിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത്. 122 അടി ഉയരമുള്ള പോളോ കളിക്കാരന്റെ പ്രതിമയുള്ള മാർജിൻ പോളോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം മണിപ്പൂർ. മെയ്തി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷം നടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും മണിപ്പൂരാണ്. നമുക്ക് നേരെ മേഘാലയയിലേക്ക് പോകാം. ഓൺലൈൻ ഗെയിമിങ്ങിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കുന്ന പ്രദേശമാണ് ഷില്ലോങ് മേഘാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ഗെയിമിങ്ങിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കുന്ന പ്രദേശമാണ് ഏത്? ഷില്ലോങ് എന്ന് പറയുന്നത്. ഇനി ഡാവ്കി ലാൻഡ് പോട്ടെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അതേപോലെ മെന്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ പോളിസി പാസ്സാക്കിയ ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മേഘാലയ എന്ന് പറയുന്നത്. ജലവൈദ്യുത പദ്ധതികൾക്കായി നീപ്കോ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനമാണ് ഏത്? മേഘാലയ എന്ന് പറയുന്നത്. അപ്പോൾ ജലവൈദ്യുത പദ്ധതികൾക്കായിട്ട് നീപ്കോ, അതായത് നോർത്ത് ഈസ്റ്റ് ആൻഡ് ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ധാരണാപത്രം ഒപ്പുവെച്ച സംസ്ഥാനം. സിക്കിമിലെ ആദ്യത്തെ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ATM സ്ഥാപിച്ചത് ഗാങ്ടോങ് ആണ്. അത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ATM സ്ഥാപിച്ചതെന്ന് പറയുന്നത്. ആർമി ജവാന്മാരുടെ നിരവധി പേരുടെ മരണത്തിന് കാരണമായ മിന്നൽ പ്രളയം 2023 ഉണ്ടായ സംസ്ഥാനമാണ് ഏത്?
സിക്കിം എന്ന് പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡിലാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് അത് ചണ്ഡീഗഡാണ്. ഓക്കെ, വടക്ക് കിഴക്കൻ മേഖലയിൽ RBIയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2023 റിസർവ് ബാങ്ക് സബ് ഓഫീസ് ആരംഭിച്ച സംസ്ഥാനമാണ് ഏത്? നാഗാലാൻഡ് എന്ന് പറയുന്നത്. വടക്ക് കിഴക്കൻ മേഖലയിൽ RBIയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി 2023 റിസർവ് ബാങ്ക് സബ് ഓഫീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഗാലാൻഡിലെ കൊഹിമയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. 2021 അതേപോലെ തന്നെ 2022 അധ്യയന വർഷത്തിൽ സ്കൂൾ വിദ്യാഭ്യാസ പ്രകടന നിലവാര സൂചിക പ്രകാരം ഏറ്റവും ഉയർന്ന ഗ്രേഡ് കൈവരിച്ചത് ചണ്ഡീഗഡാണ്, പഞ്ചാബ്. ഇനി പ്രാണവായു ദേവത പെൻഷൻ പദ്ധതി ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇവർ തന്നെയാണ്. ഇനി 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവർക്ക് പ്രതിവർഷം 2500 രൂപ ലഭ്യമാകുന്ന പ്രാണവായു ദേവത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഹരിയാന എന്ന് പറയുന്നത്. ആരുടെ ഭൂമിയിലാണോ മരം നിൽക്കുന്നത് അവർക്കാണ് പെൻഷൻ തുക ലഭിക്കുന്നത്. നല്ലൊരു പദ്ധതിയാണ്. കാരണം 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പെൻഷൻ കിട്ടത്തുള്ളൂ. അത് ഒരു വർഷം 2500 രൂപയാണ് പെൻഷനായിട്ട് കിട്ടുന്നത്. എന്താണ് ആ പദ്ധതിയുടെ പേരെന്ന് ചോദിച്ചാൽ പ്രാണവായു ദേവത പദ്ധതി. അത് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹരിയാന സർക്കാരാണ്. ഓക്കെ, അതായത് 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രതിവർഷം 2500 രൂപ ലഭ്യമാക്കുന്ന പ്രാണവായു ദേവത പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഹരിയാന. ആരുടെ ഭൂമിയിലാണോ മരം നിൽക്കുന്നത് അവർക്കാണ് ഈ പറയുന്ന പൈസ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് പോകാം. അപ്പോൾ അത്രയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഏകദേശം 14 സംസ്ഥാനങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുകയാണ്, ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ കറണ്ട് അഫയേഴ്സ് കൂടി പഠിച്ച് സെറ്റാക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, 1, 2, 3 തവണ കേൾക്കാനായിട്ട് ശ്രമിച്ചോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം കറണ്ട് അഫയേഴ്സ് ഫാക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ഡോർ മ്യൂസിയം പാർക്ക് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ഡോർ മ്യൂസിയം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഷഹീദ് പാർക്ക് ഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഔട്ട്ഡോർ മ്യൂസിയം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഷഹീദ് പാർക്ക്, അതെവിടെയാണ്? ഡൽഹിയിലാണ്. ഓക്കെ, അടുത്ത് രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ്സുകൾ സർവീസ് ആരംഭിച്ചത് ഡൽഹിയിലാണ്. ഡൽഹി, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ട ബസ് സർവീസ് നടന്നത്. 1947 ഇന്ത്യ വിഭജന പ്രമേയമാക്കി ഇന്ത്യയിലെ രണ്ടാമത്തെ മ്യൂസിയം നിലവിൽ വരുന്ന നഗരമാണ് ഡൽഹി. ദാരാഷിക്കോ ലൈബ്രറി ആദ്യ മ്യൂസിയം അമൃത്സറാണ്. ഡൽഹി സർക്കാരിന്റെ മദ്യ നയവുമായി ബന്ധപ്പെട്ട കേസിൽ അടുത്തിടെ അറസ്റ്റിലായ ഡൽഹി ഉപമുഖ്യമന്ത്രിയാണ് മനീഷ് സിസോദിയ എന്ന് പറയുന്നത്. 2023 ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ആണ് ഭാരത് മണ്ഡപം പ്രകൃതി മൈതാൻ ഡൽഹി. കാർബൺ ഡയോക്സൈഡ് ബഹിർഗമനത്തെ പറ്റി യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കാനായി കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഡൽഹി. മെട്രോ റെയിൽ കോർപ്പറേഷൻ ആണ്. ഓക്കെ, 2023 മിസ് വേൾഡ് മത്സരങ്ങൾ 2024 മാർച്ചിൽ നടക്കുന്ന ഇന്ത്യൻ നഗരമാണ് ഡൽഹി എന്ന് പറയുന്നത്. ഇനി രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ്സുകൾ 2023 ഒക്ടോബറിൽ പുറത്തിറക്കിയ നഗരമാണ് ഏതെന്ന് പറയുന്നത്? ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബസ്സുകൾ 2023 ഒക്ടോബറിൽ പുറത്തിറക്കിയ നഗരമാണ് ഡൽഹി. അതേപോലെ റസ്പിരിൻ ലിവിംഗ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം 2023 പ്രകാരം രാജ്യത്ത് വായുമലിനീകരണം ഏറ്റവും രൂക്ഷമായ നഗരമാണ് ഡൽഹി. 2ാം സ്ഥാനം പാറ്റ്ന, ബീഹാർ ആണ്. റിപ്പോർട്ട് അനുസരിച്ച് ശുദ്ധവായു നിലവാരത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നഗരമാണ് ഐസ്വാൾ, അത് മിസോറാമാണ്. ഓക്കെ, 2023 മാർച്ചിൽ ആഗോള സമ്മേളനം നടന്ന നഗരമാണ് ചെറുതായ, അതായത് ആഗോള ഇത് ഒന്നുകൂടി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. 50ാമത് GST കൗൺസിലിന്റെ വേദിയാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ 50ാമത് GST കൗൺസിലിന്റെ വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്?
50ാമത് GST കൗൺസിലിന്റെ വേദി ഏതാന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് ഹിമാചൽ നികേതന തറക്കല്ലിട്ടത് 2023 ന്യൂഡൽഹി സന്ദർശിക്കുന്ന ഹിമാചൽ പ്രദേശിലെ വിദ്യാർത്ഥികൾക്കും തദ്ദേശീയർക്കും താമസ സൗകര്യം ഒരുക്കുന്നതിനാണ് ഹിമാചൽ നികേതൻ സ്ഥാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണ് യുഗേർ ഭാരത് മ്യൂസിയം. യുഗേർ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്ന ന്യൂഡൽഹി സഹകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ യുഗേർ ഭാരത് മ്യൂസിയം നിലവിൽ വരുന്നത് ന്യൂഡൽഹിയാണ്, സഹകരിക്കുന്ന രാജ്യമാണ് ഫ്രാൻസ്. അടുത്തത് ലഡാക്കിലേക്ക് നമുക്കൊന്ന് പോകാം. രാജ്യത്തെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർച്ച് സെന്റർ നിലവിൽ വരുന്നത് ലഡാക്കാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാനത്താവളം നിലവിൽ വരുന്നത് നോമ ലഡാക്കാണ്. ലോകത്തിലെ ഗതാഗത യോഗ്യമായ ഏറ്റവും ഉയരം കൂടിയ റോഡ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും എവിടെ തന്നെയാ? ലഡാക്കിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ തെർമൽ പ്രൊജക്ട് സ്ഥാപിതമാകുന്നത് പുക എന്ന് പറയുന്നത് ലഡാക്കാണ്. പുക ലഡാക്ക്. 2023 ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി സ്ഥാപിക്കപ്പെട്ട എന്താണ്? യാറ്റ്സു ലേക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ യാറ്റ്സു ലേക്ക് അതെവിടെയാണ്? നമ്മുടെ ലഡാക്കിലാണ്. ഇന്ത്യയിൽ ആദ്യമായി തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ മാരത്തോ നടത്തിയത് വാങ്കോക്സോ തടാകമാണ് ലഡാക്ക്. ലഡാക്ക് പ്രദേശത്തിന്റെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് നിത്യാനന്ദ റായി കമ്മിറ്റി എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമാണ് സോജില പാസ്. ഏകദേശം 13 കിലോമീറ്റർ ആണ് ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കത്തിന് ഉള്ളത്, അതായത് സോജില പാസിന്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമാണ് സിംഗുലാബ് പാസ്. ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശ്, മണാലി, ലഡാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ തുരങ്കമാണ് സിംഗുലാബ് പാസ്. ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെ മണാലി, ലഡാക്കാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജമ്മു കാശ്മീരിനെ കുറിച്ചാണ്. ജമ്മു കാശ്മീർ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ഒരു കേന്ദ്രഭരണ പ്രദേശവും കംപ്ലീറ്റ് ആവുകയാണ്. 2023 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ 59 ലക്ഷം ലിഥിയം നിക്ഷേപം കണ്ടെത്തിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ല സലാൽ ഹൈമാന എന്ന പ്രദേശത്താണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിലവിൽ വരുന്നത് ജമ്മു കാശ്മീർ ചിനാബ് നദിക്ക് കുറുകെയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യ കേബിൾ റെയിൽവേ പാലമായ അഞ്ചിക്കട്ട് പാലം നിലവിൽ വരുന്നത് ജമ്മു കാശ്മീർ. അതേപോലെ ചിനാബ് നദിയുടെ കൈവഴിയായ അഞ്ചിക്കട്ട് നദിക്ക് കുറുകെയാണ് നിലവിൽ വരുന്നത്. ആമസോൺ ഇന്ത്യയുടെ ആദ്യ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത തടാകമാണ് ദാൽ തടാകം. അപ്പോൾ ആമസോൺ ഇന്ത്യയുടെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദാൽ തടാകത്തിലാണ്. ബലിദാൻ സ്തംഭ് എന്ന പേരിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ സ്മരണയ്ക്കായുള്ള സ്മാരകത്തിന് തറക്കല്ലിട്ട സ്ഥലമാണ് ശ്രീനഗർ. അപ്പോൾ ബലിദാൻ സ്തംഭ് എന്ന പേരിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ സ്മരണയ്ക്കായുള്ള ആളുകൾക്ക് സ്മാരകത്തിന് തറക്കല്ലിട്ട സ്ഥലമാണ് ശ്രീനഗർ. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ ബേഡ് ഫെസ്റ്റിവൽ നടന്ന സ്ഥലമാണ് ഫഹൽക്കാം എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ ആക്രമണം തുടരുന്ന പാർക്ക് ഭീകരതയുടെ തുരത്താൻ ഇന്ത്യൻ കരസേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ജമ്മു കാശ്മീരിലെ പുഞ്ചിൽ ആക്രമണം തുടരുന്ന പാർക്ക് ഭീകരതരെ ഉയർത്താൻ വേണ്ടി ഇന്ത്യൻ കരസേന നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ബെഞ്ച് കടുവ സങ്കേതം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ലഡാക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ബെഞ്ച് കടുവ സങ്കേതം മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ലഡാക്ക്. രണ്ടും രണ്ടാണ്, ഓർത്തു വച്ചോ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് ബെഞ്ച് കടുവ സങ്കേതം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമാണ് ലഡാക്ക്. ഇനി നമുക്ക് അടൽ സേതുവിനെ കുറിച്ച് ഒന്ന് നോക്കാം. എന്താണ് അടൽ സേതു? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണ് അടൽ സേതു നവശേവ സീലിംഗ്. കടൽ പാലം ഉദ്ഘാടനം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ആരായിരിക്കും കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ ശ്രീ നരേന്ദ്ര മോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ സേതു നവശേവ സീലിംഗ്. കടൽപ്പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. എന്നാന്ന് ചോദിച്ചാൽ
2024 ജനുവരി 12 ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഓർത്തു വച്ചോ. 1 മാർക്കാണ്. കടൽപ്പാലം ഉദ്ഘാടനം ചെയ്ത് നരേന്ദ്രമോദി 2024 ജനുവരി 12. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് മുംബൈ, അതേപോലെ തന്നെ നവി മുംബൈ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. ഇനി മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന് നൽകിയിരിക്കുന്നത്, മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ ആകെ നീളം 22 കിലോമീറ്ററും 16.5 കിലോമീറ്റർ കടലിന് മീതെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നീളത്തിൽ ലോകത്തിൽ 12ാം സ്ഥാനത്തുള്ള കടൽപ്പാലം. അപ്പോൾ നീളത്തിൽ എന്താണ്, ലോകത്തിലെ തന്നെ 12ാം സ്ഥാനത്തുള്ള കടൽപ്പാലമാണ് ഏതെന്ന് പറയുന്നത്, അടൽ സേതു. അടൽ സേതുവിന്റെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയ രാജ്യം ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? ജപ്പാനാണ്. അടൽ സേതുവിന്റെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകിയ രാജ്യമാണ് ജപ്പാൻ. പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടിയായ മൻ കി ബാത്ത് 2024 ഒക്ടോബർ 3 100ാം വാർഷിക പതിപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയമാണ് 100 രൂപ നാണയം. അപ്പോൾ ഏതാണ്? പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്ന പരിപാടിയാണ് മൻ കി ബാത്ത്. നമ്മളെല്ലാം അറിയാം, അത് ഒത്തിരി പ്രാവശ്യം എപ്പോഴും വരുന്നതാണ് മൻ കി ബാത്ത്. അപ്പോൾ ഈ മൻ കി ബാത്ത് 2024 ഒക്ടോബർ 3 100ാം പതിപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം ഏതാന്ന് ചോദിച്ചാൽ 100 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് മക്കളെ നമ്മൾ നിലവിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, 28 സ്റ്റേറ്റുകളും അതേപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ പക്കാ സെറ്റ് ചെയ്ത് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ബേസിക് ഫാക്ട് ഉൾപ്പെടെ നമ്മൾ പഠിച്ചു തീർത്തേണ്ട മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടവരെല്ലാവരും ഉറപ്പായിട്ടും നിങ്ങളെ എന്ത് ചെയ്യുക, അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നമ്മുടെ ഈ വീഡിയോ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ നിങ്ങൾ 1 ക്ലിക്ക് PSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. 1 ക്ലിക്ക്, അതിൻ്റെ ഒരു കുറച്ച് സ്പേസ് ഇട്ട് PSC എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ യൂട്യൂബിലെ സെയിം എംബ്ലം തന്നെയാണ് ടെലഗ്രാമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ആഡ് ആവാനായിട്ട് പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആഡായി കഴിഞ്ഞ് ജോയിൻ ചെയ്യുക. അതിനുശേഷം ഫയൽസിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട് അവിടെ അവൈലബിൾ ആക്കും. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത ആളുകൾ ഫയൽസ് എടുക്കുക, ഫയൽസിൽ നോട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ലിങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ലിങ്കിലൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ബാക്കിയുള്ള ക്ലാസ്സുകൾ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. അപ്പോൾ ഇന്ന് 12 ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ജില്ലകളും അതേപോലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാം കംപ്ലീറ്റ് ആവുകയാണ്. ഇപ്പോൾ നമ്മളാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഓരോ ജില്ലകൾ ചേർത്തുള്ള കറണ്ട് അഫയേഴ്സ്, അതേപോലെ ഓരോ സംസ്ഥാനങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അത്രത്തോളം ഒരു ഗൗരവത്തോടു കൂടി അത് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലേക്ക് ഇരിക്കാനായിട്ട്, കറണ്ട് അഫെയർ ഓരോ കറണ്ട് അഫെയർ പഠിക്കുമ്പോഴും ഏത് സംസ്ഥാനത്താണ് പഠിച്ചതെന്നുള്ളതിൻ്റെ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് മാത്രം ഓരോ സംസ്ഥാനത്തെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എടുത്ത് പഠിച്ചത്. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലുകൂടി എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് രണ്ടും മതി നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക. നമ്മുടെ പോരായ്മകൾ എന്താണോ ആ പോരായ്മകളെ മറികടന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണ്, ആ കാണുന്ന വിജയത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.